അതെ, സംഗീതത്തെ ആയുധമാക്കി യുവതിയുടെ നെഞ്ചകത്ത് ഇടം നേടിയ പ്രതിഭാസമാണ് വേടൻ എന്ന തൃശ്ശൂർക്കാരനായ ഹിരൺദാസ് മുരളി. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഇന്ന് വേടന്റെ വരികൾ പാടുന്നവരാണ്. അടുത്തിടെ വേടന്റെ പുറത്തിറങ്ങിയ ഹിറ്റായ മ്യൂസിക്കൽ വീഡിയോ ആയിരുന്നു മൗനലോവ. വരികൾ എഴുതിയ പാടുക മാത്രമല്ല, വേടൻ തന്നെ അഭിനയിക്കുകയും ചെയ്തു. തന്റെ കാമുകിക്ക് വേണ്ടിയാണ് മൗനലോവ വേടൻ എഴുതിയതും. പാട്ടിൽ വേടനൊപ്പം അഭിനയിച്ചത് മോഡലായ വിദ്യ വിജയകുമാറാണ്. മ്യൂസിക്കൽ വീഡിയോ ഹിറ്റായതിനു ശേഷം ഇത് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം യഥാർത്ഥ ജീവിതത്തിലും വേടന്റെ കാമുകിയാണോ എന്നാണ്. പലരും മുമ്പ് ഇതേ ചോദ്യവുമായി വന്നിട്ടുണ്ടെങ്കിലും വിദ്യ ആർക്കും മറുപടി നൽകില്ല. ഇപ്പോൾ ഒരു ആദ്യമായി പ്രതികരണം വന്നിരിക്കുകയാണ് വേടൻ. ആ അഭിമുഖത്തിൽ വേടനൊപ്പമുള്ള അനുഭവം വിദ്യ പങ്കുവച്ചു. വേടന്റെ ഗേൾഫ്രണ്ട് അല്ല ഞാൻ. മൗനലോപയിൽ അഭിനയിച്ചത് ഞാനാണ്. മൗനലോപ പാട്ട് ഇറങ്ങും മുമ്പ് തന്നെ വിദ്യയാണോ വേടന്റെ ഗേൾഫ്രണ്ട് എന്ന് ചോദിച്ച് നിരവധി മെസ്സേജുകൾ വരുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് എന്നറിയില്ല. പാട്ട് ഇറങ്ങും മുമ്പ് തന്നെ വേടൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടാകും ഞാനാണ് വേടന്റെ കാമുകിയെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചത്. എല്ലാത്തിനും മറുപടി കൊടുക്കാൻ നിൽക്കാറില്ല. ജോലിയുടെ ഭാഗമാണെന്ന് കരുതി വിടും. വേടന്റെ യഥാർത്ഥത്തിലുള്ള മൗനലോപയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കാമുകിക്ക് വേണ്ടി എഴുതിയതാണെന്ന് വേടൻ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരാളെ ഞാൻ ഷൂട്ടിങ്ങിനിടയിലോ അതിനു മുമ്പോ ശേഷമോ കണ്ടില്ല. ഓൺലൈനിൽ പ്രചരിക്കുന്ന ഫോട്ടോകളും ഞാനും കണ്ടിരുന്നു. ബൈഡന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ വിളിച്ചപ്പോൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇതിനു മുമ്പും മെയിൻ ക്യാരക്ടറായി മ്യൂസിക്കൽ വീഡിയോയിൽ അഭിനയിച്ചിരുന്നു. പക്ഷേ ആ വീഡിയോയ്ക്ക് വലിയ റീച്ച് കിട്ടിയില്ല. ബൈഡന്റെ വർക്കിലേക്ക് ക്ഷണം ലഭിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ബൈഡൻ പ്രൊമോ പ്രോഗ്രാം കാണാൻ കുടുംബത്തിനോടൊപ്പം പോയിരുന്നു. അന്നിങ്ങനെ അവസരം കിട്ടുമെന്ന് ചിന്തിച്ചില്ല. ബൈഡന്റെ പാട്ടുകൾ നേരത്തെ മുതൽ കേൾക്കുന്ന ആള് തന്നെയാണ് ഞാൻ. നേരനെ നേരിട്ട് വേടനെ കാണുമ്പോൾ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ ഉറങ്ങുമായിരുന്നു വേടൻ. മൗനലോകയുടെ ഷൂട്ടെല്ലാം എറണാകുളത്തായിരുന്നു. ടെൻഷനുണ്ടായിരുന്നെങ്കിലും ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം കൂളായി. വേടനും കൂളാണ്. നമ്മളെയും കംഫർട്ടായി നിൽക്കും. പാട്ടിലേക്ക് കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് ടീമിനോട് എന്നെ സജസ്റ്റ് ചെയ്തതും വേടൻ തന്നെയാണ്. എന്നിട്ട് അവരെന്നെ കോൺടാക്ട് ചെയ്തു. നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അത് കേട്ടപ്പോൾ തോന്നി. ഷൂട്ടിംഗ് സമയത്ത് വേടൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് നിരവധി പേർ കാണാനും ഫോട്ടോ എടുക്കാനും വരുമായിരുന്നു. എല്ലാവരോടും കൂളായിട്ടാണ് വേടൻ പെരുമാറിയത്. കാമുകി എന്ന രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടണമെന്ന് മനസ്സിലായത് കമന്റ് കണ്ടപ്പോഴാണ്. എന്നെ അറിയാവുന്നവർ ഒരു ഘട്ടത്തിൽ ഇനി നീ എങ്ങാനും ആണോ കാമുകി എന്ന് വരെ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ സൈബർ അറ്റാക്കും നേരിടേണ്ടി വന്നിട്ടില്ല. കാമുകിയാണോന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നു. ഞാൻ ഇതുവരെയും മറുപടി കൊടുത്തിട്ടില്ല. ആദ്യമായാണ് ഇപ്പോഴും മറുപടി നൽകുന്നത്. കൊറോണയ്ക്ക് ശേഷമാണ് മോഡലിംഗിലേക്ക് വരുന്നത്. ആക്ടിംഗ് ആണ് ഏറ്റവും ഇഷ്ടം. ഫിലിമിലേക്ക് കയറാനും നോക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് കേൾക്കുന്നുണ്ട്. സ്ക്രീൻ സ്ക്രീൻ ടോൺ ബേസ് ചെയ്ത് അല്ലാത്ത സ്റ്റീരിയോടൈപ്പ് അല്ലാത്ത കഥാപാത്രം ചെയ്യണമെന്നാണ് ആഗ്രഹം. സ്കിൻ ടോണിന്റെ കാര്യം നോർമലൈസ് ചെയ്യാനും ആഗ്രഹമുണ്ട്. മുമ്പ് ഞാനും സ്കിൻ ടോണിന്റെ കാര്യത്തിൽ ഇൻസ്ക്വയർ ആയിരുന്നു. പിന്നീട് ടിക്ടോക്കിൽ ആക്റ്റീവായ ശേഷം ആളുകളുടെ സപ്പോർട്ടും കമന്റും കണ്ടപ്പോൾ അതൊക്കെ പതിയെ മാറിയെന്നും വിദ്യ പറയുന്നു.